വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വ്യക്തിയെ അടുത്ത നാളുകളിൽ ഞാൻ കാണാനിടയായി. ജീവിതത്തിൻ്റെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മധ്യാഹ്നം അവിടെ എത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ലൊരു അച്ചീവറാണ്. എങ്ങനെ നോക്കിയാലും ഏർപ്പെട്ട കാര്യങ്ങളിലും ചെയ്ത ഉദ്യമങ്ങളിലും എല്ലാം വിജയം കണ്ടെത്തി നമ്മുടെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിലെത്തി നിൽക്കുന്ന ഒരു വ്യക്തി. നമ്മളൊരു ദിവസത്തെക്കുറിച്ച് പറയുന്നത് പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്നാണല്ലോ. അത് രാവിലെയുണ്ട്, പിന്നെ ഉച്ചയായി, പിന്നെ ഉച്ച കഴിഞ്ഞായി, പിന്നെ സായാഹ്നമായി, സന്ധ്യയായി. ഞാൻ കണ്ട വ്യക്തി ഒരു ഉച്ച കഴിഞ്ഞ് അല്ലെങ്കിൽ സായാഹ്നം രണ്ടിലേതെങ്കിലും ഒന്ന് പറയാവുന്ന ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് വലിയൊരു അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. നമ്മൾ കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടുപോയി എന്ന് സാധാരണ പറയാറുണ്ട്. പുരികത്തെ കണ്ണിൽ കൊണ്ടില്ല, അത് പുരികത്തെ മാത്രം സ്പർശിച്ചങ്ങ് പോയി, അതുകൊണ്ട് കണ്ണ് രക്ഷപ്പെട്ടു. ആ അർത്ഥത്തിൽ പറയാം. വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ചെറിയ അപകടമായിട്ട് മാറി. അപകടം നടന്നു. അപ്പം ഞാൻ ചോദിച്ചു, ദൈവം അനുഗ്രഹിച്ചതുകൊണ്ട്, ദൈവം രക്ഷിച്ചതുകൊണ്ട് ഇങ്ങനെ ഇത്രയും നിന്നു എന്ന് പറയാവുന്ന അവസ്ഥയല്ലേ ഇത് എന്ന് ബ്ലണ്ടായിട്ട് ഞാൻ ചോദിച്ചിരുന്നു. അത് എന്നോട് പറഞ്ഞു, അത് പരമമായ സത്യമാണ്. അപ്പം ഞാൻ എൻ്റെ അടുത്ത ചോദ്യം, ആ ദൈവത്തോട് ഒരു നന്ദി, ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ദൈവമേ, അങ്ങ് എന്നെ രക്ഷിച്ചല്ലോ. വേറെ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുകയെന്നോ, ദൈവത്തോട് പ്രാർത്ഥിക്കുകയെന്നോ, ദൈവത്തോട് സംഭാഷിക്കുകയെന്നോ, അല്ലെങ്കിൽ ദൈവത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുകയെന്നോ, കണക്റ്റഡായി ജീവിക്കുകയെന്നോ എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്: ദൈവം എന്നെ സംരക്ഷിക്കുന്നു, ദൈവം എന്നെ പരിപാലിക്കുന്നു, ദൈവം എന്നെ വഴി നടത്തുന്നു, ദൈവമേ ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ നന്ദി പറയുന്നത്? ഒന്ന്, ഈ നന്ദിയുടെ മനോഭാവം ഉണ്ടാവും. ദൈവമേ അങ്ങനെ രക്ഷിച്ചു, ദൈവമേ അങ്ങനെ പരിപാലിക്കുന്നു, ദൈവമേ അങ്ങനെ വഴി നടത്തുന്നു. ഒരു സ്റ്റേ കണക്റ്റഡ്, വേറെ ഒന്നും വേണ്ട അതിനകത്ത്. ഒരു കുഞ്ഞിൻ്റെ അമ്മയോട് എങ്ങനെ അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്നുവോ, അമ്മയെ എപ്പോഴും അന്വേഷിക്കുന്നുവോ, അമ്മയോട് നമ്മൾ പറയില്ല ക്ലിങ്ങിങ്, ഒട്ടിച്ചേർന്നിരിക്കുന്നുവോ, അതുപോലെ ഒരു ദൈവ ഓർമ്മയിൽ ജീവിക്കുക. അപ്പം അങ്ങനെ ദൈവ ഓർമ്മയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, അത് ദൈവവിചാരം എന്നോ ദൈവ ഓർമ്മ എന്നോ എന്ത് പറഞ്ഞാലും, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അഭിപ്രായത്തിൽ 4 ലക്ഷണങ്ങൾ ആ ജീവിതത്തിലുണ്ടാവും. ആ 4 ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്: 1 സത്യമാണ്, 2 നീതിയാണ്, 3 സ്നേഹമാണ്, 4 കരുണയാണ്. ഈ സത്യം, നീതി, സ്നേഹം, കരുണ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സത്യസന്ധമായി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ആരുടെയും കഴിവുകൊണ്ടോ, നമ്മുടെ ആരുടെയും അവകാശമായിട്ടോ, നമ്മുടെ ആരുടെയെങ്കിലും ഒക്കെ അർഹത കൊണ്ടോ ഒക്കെ നമ്മളിവിടെ ആയിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കാൻ സാധിക്കുകയുമില്ല. ഈ അപകടം നടന്ന വ്യക്തിയോട് ഞാൻ സൂചിപ്പിച്ചത് അത് തന്നെയായിരുന്നു. ഒരിക്കലും സാധിക്കില്ല. അവകാശമല്ല, അർഹതയല്ല, കഴിവല്ല ഈ രക്ഷപ്പെടൽ. അത് ദൈവം അനുഗ്രഹിച്ചതാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുന്ന നാം ഓരോരുത്തരും, അനുനിമിഷം കിട്ടുന്ന നാം ഓരോരുത്തരും ഒന്ന് ദൈവത്തോട് സത്യസന്ധതയുള്ളവരായിരുന്നാൽ മാത്രം മതി. ആ ദൈവത്തോട് സത്യസന്ധമായി ഇരിക്കുന്നതിൻ്റെ അടയാളമാണ് ദൈവവിചാരത്തിൽ ജീവിക്കുക എന്നുള്ളത്. ദൈവത്തോട് നന്ദി പറഞ്ഞ് ജീവിക്കുക എന്നുള്ളത്. നന്ദി പറയുന്നത് വാക്കുകളിലോ മനസ്സിലോ മാത്രമല്ല, അത് തീർച്ചയായിട്ടും ആവശ്യം തന്നെയാണ്. കാരണം ദൈവം രക്ഷിച്ചു എന്ന് പറയുന്നത് അത് ദൈവത്തെ മാത്രപ്പെടുത്തില്ല, അത് പറയണം. അത് ദൈവത്തിന് അതുകൊണ്ട് വലിപ്പം വർദ്ധിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അങ്ങനെ ആ ദൈവമാണ് രക്ഷിച്ചതെന്ന് ഏറ്റവും വഴിയായിട്ട് നാം കൂടുതൽ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതാണ് എൻ്റെ പരമമായ സത്യം. നാം പറയുന്നതിൻ്റെ പേരിലോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്രകാരമുള്ള പ്രകടനത്തിൻ്റെ പേരിലൊന്നും ദൈവത്തിൻ്റെ വലിപ്പം കൂടാനോ മഹത്വം കൂടാനോ ഒന്നും പോകുന്നില്ല. നേരെ മറിച്ച് നാം തന്നെ അനുഗ്രഹിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതുവഴിയായിട്ട്. വി ബിക്കം ബ്ലെസ്ഡ് അല്ലെങ്കിൽ ബ്ലെസ്ഡ്, 2 വിധത്തിലും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും വാക്കുകളാലും വിചാരത്താലും ഒരു ദൈവത്തോട് നന്ദി പറയുക എന്നുള്ളത്. അതിൻ്റെ അടയാളങ്ങൾ ജീവിതത്തിൽ പ്രകടിപ്പിക്കാൻ കൂടെ വേണം. ആ അടയാളങ്ങൾ ജീവിതത്തിൽ പ്രകടിപ്പിക്കുന്നത് ഈ സത്യവും നീതിയും സ്നേഹവും കരുണയും കൊണ്ടാണ്. അങ്ങനെ സത്യവും നീതിയും കരുണയും സ്നേഹവും കരുണയും വഴിയായിട്ട് ദൈവത്തെ ഇവിടെ കണ്ടുമുട്ടാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും നിത്യതയിൽ ദൈവത്തെ കണ്ടുമുട്ടാൻ സാധിക്കുകയില്ല. ആ നിത്യതയിൽ ദൈവത്തെ കണ്ടുമുട്ടുന്നതിൻ്റെ 2 വശങ്ങളാണ്. ഒന്ന്, പ്രാർത്ഥനയിൽ ദൈവത്തോട് ഒരു ദൈവവിചാരത്തിൽ ആയിരിക്കുക എന്നുള്ളതും, 2 ദൈവവിചാരത്തിൽ ആയിരിക്കുന്നതിൻ്റെ അടയാളങ്ങൾ പ്രകടിപ്പിച്ച് ജീവിക്കുക എന്നുള്ളതും. അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യഥാർത്ഥ ദൈവഭക്തിയിലേക്ക് നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.